ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആർണി സ്ലോട്ടിൻ്റെ ലിവർപൂളിനെ കുറിച്ച് തന്നെയാണ്. ലിവർപൂൾ ഇന്നലെ സൗത്താംപ്ടനെതിരെ സെൻറ്റ് മേരീസ് പാർക്കിൽ മത്സരത്തിൽ 3-2 എന്നുള്ള സ്കോർ ലൈനിൽ വിജയിച്ച് കയറുന്ന ചിത്രം നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ് ഈ മത്സരത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് റിവ്യൂയിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോക്കിംഗ് പോയിൻറ്റ്സുകൾ ഉണ്ട്, ചില കോൺട്രവേഴ്ഷ്യൽ മൊമെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിലെ റിസൾട്ട് എക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം 1-ാം സ്ഥാനത്തിരിക്കുന്ന സൈഡും 20-ാം സ്ഥാനത്തിരിക്കുന്ന സൈഡും തമ്മിലായിരുന്നു പോരാട്ടം ഉണ്ടായിരുന്നത്. പക്ഷെ എന്താണ് മത്സരം കോമ്പറ്റിറ്റീവ് ആയിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. സെയിൻസിനെതിരെ സെൻറ്റ് മേരീസ് പാർക്കിൽ വെച്ചിട്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. റസൽ മാർട്ടിൻ്റെ സൗത്താംപ്ടനെ 3-2 എന്നുള്ള സ്കോർ ലൈനാണ് ലിവർപൂൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ 2-1 എന്നുള്ള സ്കോർ ലൈനിൽ ലിവർപൂൾ പുറകിൽ പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്നാണ് പിന്നീട് 3-2 എന്നുള്ള സ്കോർ ലൈനിൽ ലിവർപൂൾ വിജയിച്ച് കയറിയിട്ടുള്ളത്. ആ 2-1 പുറകിൽ പോയിട്ടുള്ള സാഹചര്യത്തിൽ മുഹമ്മദ് സലാ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ കിങ് കാര്യങ്ങൾ പുള്ളിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് എടുക്കുന്ന സിറ്റുവേഷനാണ് പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങളുടെ റോള് കഴിഞ്ഞു, ഇനി എൻ്റെ വരവാണ്, ഇനി എൻ്റെ സമയമാണ്, കളി ജയിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള രീതിയിലായിരുന്നു മുഹമ്മദ് സലാ പിന്നീട് കളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഈക്വലൈസർ അടിക്കുന്നു. അതിലുള്ള റയാൻ ഗ്രാവൻബർഗിൻ്റെ ബോൾ ഫാൻറ്റാസ്റ്റിക് ബോളായിരുന്നു. ലോങ് ബോൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ബോൾ. പക്ഷെ അതിലുള്ള മോസലയുടെ ഫിനിഷ്, ടോപ്പ് ഓക്ക് ചെയ്തിട്ടുള്ള ഫിനിഷ്, അതും ഫസ്റ്റ് ടച്ച് ഫിനിഷ് ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു. മക്കാർത്തി എന്ന് പറയുന്ന കീപ്പർ മുമ്പോട്ട് കയറി വരുന്നു. പക്ഷെ എന്താണ് മോസല വളരെ കണ്ണിങ് ആണ്, വളരെ ക്ലെവറാണ്. അദ്ദേഹം മനോഹരമായിട്ടത് ടോപ്പ് ഓക്ക് ചെയ്തിട്ട് വലയിലേക്ക് ഉരുണ്ടുരുണ്ട് പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഈക്വലൈസർ. പിന്നീട് മുഹമ്മദ് സലയുടെ ഒരു ഒരു ഏരിയ ഉണ്ടല്ലോ പുള്ളിക്കാരൻ്റെ ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള ആ ഒരു ഫാർ പോസ്റ്റിലേക്കുള്ള ഒരു ഡെലിവറി ഉണ്ട്. ഒരു ഡേഞ്ചറസ് ഡെലിവറിയാണത്. ആ ഡെലിവറിയിലേക്ക് പിന്നെ സുഖവര എന്ന് പറയുന്ന ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ച സാരി അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടുന്നു, പെനാൽറ്റി കിട്ടുന്നു. ആ പെനാൽറ്റി ഒട്ടും ശങ്കയില്ലാതെ അടിക്കുന്നത് മുഹമ്മദ് സല തന്നെയാണ്. ടോപ്പ് കോർണറിലേക്ക് അടിക്കുന്നു. അങ്ങനെ എന്താണ് മത്സരത്തിലെ വിന്നിംഗ് ഗോൾ ലിവർപൂളിന് വേണ്ടി അടിക്കുകയായിരുന്നു മുഹമ്മദ് സല. അപ്പോൾ ആ രീതിയിൽ ഈ ചെങ്ങായിനെക്കുറിച്ച് ഇനി എന്താണ് ഞാൻ പറയേണ്ടതെന്നുള്ളത് എനിക്ക് ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് തവണ ഈ ചെങ്ങായിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാണ് ഇനി വീണ്ടും വീണ്ടും എന്താണ് പറയുക. എൻ്റെ കണ്ണിൽ നിലവിലെ ലോകത്തിലെ ബെസ്റ്റ് ഫുട്ബോളർ അത് മുഹമ്മദ് സലയാണ്. പലരും മറ്റ് പല പേരുകളും പറയുന്നുണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ കണ്ണിലെ കാര്യമാണ് പറയുന്നത്. എപ്പോഴാണോ ഈ ടീമിന് ഏറ്റവും കൂടുതൽ ഒരു ബിഗ് പ്ലെയർ സ്റ്റാൻഡപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത്, അപ്പോഴൊക്കെയും മുഹമ്മദ് സല സോഫാർ ഈ സീസണിൽ സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഒരുപാട് സമയം അദ്ദേഹം അത് ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സീസണിൽ തന്നെ 10 പ്രീമിയർ ലീഗ് ഗോളുകളായി. പിന്നെ അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഗെയിമിലെ ഇൻവോൾവ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ലിങ്ക് പ്ലേ, അദ്ദേഹത്തിൻ്റെ ഈവൻ ടേണുകളും ട്വിസ്റ്റുകളും. കാരണം ഈവൻ നമ്മൾ ഈ മത്സരത്തിൽ തന്നെ ഒരു ഹാട്രിക് അടിക്കാനുള്ളൊരു സിനാരിയോ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ മൂവ് തുടങ്ങുന്നത് ഗ്രാവൻബർഗ് ബോൾ വിൻ ചെയ്യുന്നു. ഗ്രാവൻബർഗ് ബോൾ വിൻ ചെയ്തുള്ള സാഹചര്യത്തിൽ മുഹമ്മദ് സലയ്ക്ക് കൊടുക്കുന്നു. മുഹമ്മദ് സല എന്നിട്ട് ലിവർപൂളിൻ്റെ ഏരിയയിൽ അദ്ദേഹം ഒരു ടേൺ നടത്തിയിട്ടുണ്ട്. എന്താണത്? അതൊക്കെ കാണേണ്ട സാധനമാണ്. എന്നിട്ട് ആ ബോൾ പിന്നെ സോബോസ്ലായിലേക്ക് എത്തുന്നു. സോബോസ്ലായി അത് ലെഫ്റ്റിലേക്ക് കൊടുക്കുന്നു. ഒടുവിൽ അത് മുഹമ്മദ് സലയിലേക്ക് തന്നെ വന്ന് വീഴുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് വന്ന് വീഴുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒരു വോളി അറ്റംപ്റ്റ് നടന്നു. അത് എന്താ പറയുക, ബോക്സിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിലാണ്, വലയ്ക്ക് തൊട്ടടുത്താണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് പോസ്റ്റിൽ തട്ടി പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അൺലക്കി ആവുന്ന സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ ബോളും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റുമായിരുന്നു മുഹമ്മദ് സലയ്ക്ക്. ആ ജാതി പ്ലെയറാണത്. അപ്പോൾ മോ സല വീണ്ടും സ്റ്റെപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു മത്സരം കൂടിയാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുള്ളത്. 100 എവേ ഗോളുകൾ ചങ്ങായി അടിച്ചിട്ട് ലിവർപൂളിൻ്റെ കുപ്പായത്തിൽ 100 എണ്ണം. അതായത് ഈ എവേ ഗോളുകളുടെ പട്ടികയിൽ ലിവർപൂളിൻ്റെ ഗോളടിച്ചവരുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്താണ് മുഹമ്മദ് സല ഇരിക്കുന്നത്. ഇയാൻ റഷയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത്. എന്തായാലും ഞാൻ പറയാം, എന്താ പറയേണ്ടത്? ഷർട്ട് ഊരി ചങ്ങായി സെലിബ്രേറ്റ് ചെയ്യുന്നു. വീണ്ടും ഒരു യെല്ലോ കാർഡ് ആ രീതിയിൽ അദ്ദേഹം വാങ്ങിക്കൂട്ടുകയാണ്. ഇങ്ങനെ കുറേ യെല്ലോ കാർഡുകൾ ഷർട്ട് ഊരിയതിൻ്റെ പേരിൽ മുഹമ്മദ് സലയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ലിവർപൂൾ വിജയിക്കുന്നു. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം 8 പോയിൻറ്റ്സിൻ്റെ ലീഡാണ് നിലവിലുള്ളത് 2-ാം സ്ഥാനത്തിരിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇതിന് മുമ്പ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ എന്താണ് നല്ലൊരു ഹെൽത്തി ലീഡ് നേടിയിട്ട് ടൈറ്റിൽ കൊണ്ട് തോലച്ചിട്ടുള്ള ഒരൊറ്റ സൈഡ് മാത്രമേ ഉള്ളൂ. അത് 90കളിലെ ന്യൂകാസിൽ യുണൈറ്റഡ് ആണ്. അവർക്കും നല്ല ഹെൽത്തി ലീഡൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ 12 പ്രീമിയർ ലീഗ് മത്സരങ്ങളൊക്കെ കഴിയുമ്പോൾ. പക്ഷേ പിന്നീട് അവർ അവസാനം കൊണ്ട് കലോടച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡാണ് ആ ഒരു ടൈറ്റിൽ അന്ന് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സിൻ്റെ ലീഡ് ഉണ്ടായിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയാണ്. അവർക്ക് ഒരു കാലഘട്ടത്തിൽ 9 പോയിൻറ്റിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു ഒരു സീസണിൽ.
പിന്നീട് അവർ തന്നെ ടൈറ്റിൽ അടിച്ചു. അപ്പോൾ ഈ രീതിയിൽ നല്ലൊരു ഹെൽത്തി ലീഡ് ഉണ്ടായിട്ട് ടൈറ്റിൽ കൊണ്ട് കലവടച്ചുള്ളത് ആകെ ന്യൂകാസിൽ യുണൈറ്റഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോഴും എന്താണ് ടു ഏർലി ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ ഒരു സമയത്തുള്ള 8 പോയിൻറ്റ്സിൻ്റെ അഡ്വാൻറ്റേജ് നല്ലതാണ്, നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഒന്നും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഇത് പ്രീമിയർ ലീഗാണ്, 90കളിലുള്ള പ്രീമിയർ ലീഗ് പോലും അല്ല ഇപ്പോൾ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിൻ്റെ കോമ്പറ്റിറ്റീവ് നേച്ചർ വേറെ ലെവലാണ്. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ആ ഒരു കോമ്പറ്റിറ്റീവ് നേച്ചർ എന്താണെന്നുള്ളത് ലിവർപൂളിന് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ടേബിളിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന സൗത്താംപ്ടനെതിരെയും കാര്യങ്ങൾ ഇത്തിരി ഇടങ്ങറായിരുന്നു ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതാണ് ഇവിടുത്തെ കോമ്പറ്റീഷൻ ലെവൽ. മാത്രമല്ല നമ്മൾ വലിയ ലീഡുകൾ മറ്റ് ടീമുകൾ കളഞ്ഞു കുളിക്കുന്നത് മുമ്പും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ എന്തിനാണ് അധികം ദൂരത്തേക്ക് പോകണ്ടല്ലോ. ആസ്നലിന് 8 പോയിൻ്റ് ലീഡ് ഉണ്ടായിരുന്നില്ലേ, എന്നിട്ട് എന്താണ് ആസ്നൽ ടൈറ്റിൽ അടിച്ചോ? ഇല്ല. മാഞ്ചസ്റ്റർ സിറ്റി ഗിയറൊന്നും അങ്ങോട്ട് മാറ്റി, പിന്നെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആസ്നൽ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതേ രീതിയിൽ ഒന്നും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആകേണ്ട സമയമായിട്ടില്ല. പക്ഷേ ഒരു സ്മൂത്ത് ട്രാൻസിഷനാണ് സോഫാർ യർഗൻ ക്ലോപ്പ് ഇറയിൽ നിന്നും ഈ ആർണി സ്ലോട്ട് ഇറയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനിയും ടഫർ ഫിക്സറുകൾ വരാനുണ്ട്. അടുത്ത ഫിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെതിരെ ആൻഫീൽഡിലെ മത്സരമാണ്. അതിന് ശേഷം മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ആൻഫീൽഡിലെ മത്സരമാണ്. ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആൻഫീൽഡിൽ സിറ്റി ആണെങ്കിൽ ഒരു വല്ലാത്തൊരു ബ്ലിപ്പിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്രൈസിസ് സിനാരിയോയിലാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ മറ്റൊരു പ്രഹരം കൂടി ലിവർപൂളിന് അടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് കൃത്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഓൾറെഡി ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ വല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി അവർക്ക് മുമ്പോട്ട് വെക്കാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കാം. ആൻഫീൽഡ് എന്തായാലും സെറ്റായിട്ടിരിക്കുകയായിരിക്കും. ആൻഫീൽഡിലെ ക്രൗഡ് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും ഇപ്പം തന്നെ. എന്തായാലും സ്പെക്ടക്കിൾ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാത്തിരിക്കുകയാണ്. ഇനി ഈ മത്സരത്തിലെ ബാക്കിയുള്ള ടോക്കിംഗ് പോയിൻറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ബാക്ക് ഏരിയയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. റോബർട്ട്സണും അതുപോലെ ഈവൻ കോണർ ബ്രാഡ്ലിയും അത്ര മികച്ച രീതിയിലല്ല കളിച്ചത്. റോബർട്ട്സണൊക്കെ വളരെ ഷെയ്ക്കിയായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഡിബ്ലിംഗ് എന്നൊക്കെ പറയുന്ന ആ പ്ലെയറിൻ്റെ ആ ഒരു ഡിബ്ലിങ്ങിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റിയൊക്കെ ശരിക്കും ലിവർപൂളിന് ഇടങ്ങറുണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഒരു പെനാൽറ്റി ലിവർപൂൾ കൺസീഡ് ചെയ്തത് പെനാൽറ്റി ആണോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡിബ്ലിങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു മത്സരത്തിൽ. അതുപോലെ തന്നെ കൊനാട്ടയും ആ ഒരു യൂഷ്വൽ സെൽഫിലല്ല കളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പുഷിങ് പരിപാടി ഉണ്ടല്ലോ, അത് ചിലപ്പോൾ പിന്നീട് പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഈ മത്സരത്തിൽ അത്തരത്തിലൊരു പുഷിങ് സിനാരിയോ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഔട്ട്സൈഡ് ദ ബോക്സ് ആയിരുന്നു ആ പുഷിങ് നടന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് ബോക്സിനകത്തായിരുന്നെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിനാരിയോ ആയിപ്പോയനെ, ഒരു പെനാൽറ്റി കൺസിഡർ സിറ്റുവേഷൻ ആയിപ്പോയനെ. അത് സോഫ്റ്റാണ്, പക്ഷേ സ്റ്റിൽ അത്തരത്തിലുള്ള പരിപാടികൾ കൊനാട്ടെ നിർത്തേണ്ടതായിട്ട്. ഈവൻ വാൻഡൈക്കും അത്ര അഷ്യോർഡ് ആയിരുന്നില്ല എന്നുള്ളതാണ്. വാൻഡൈക്കിൻ്റെ ഒരു പൊസിഷൻ നഷ്ടപ്പെട്ട ഒരു സിനാരിയോയിൽ നിന്നാണ് ലിവർപൂൾ മത്സരത്തിൽ ആ ഒരു പെനാൽറ്റി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മിഡ് ഏരിയയിൽ ബോൾ അനാവശ്യമായിട്ട് അദ്ദേഹം കളയുന്നു. അങ്ങനെയാണ് ഡിബ്ലിംഗ് ബോളുമായിട്ട് ക്യാരി ചെയ്ത് പോകുമ്പോൾ റോബർട്ട്സൺ അദ്ദേഹത്തിന് എഡ്ജ് ഓഫ് ദ ബോക്സിൽ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബോക്സിൻ്റെ പുറത്താണെന്നുള്ളതാണ് റോബർട്ട്സൻ്റെയും മറ്റ് ലിവർപൂൾ പ്ലേയേഴ്സിൻ്റെയും ലിവർപൂൾ ആരാധകരുടെയൊക്കെ വാദം ഉണ്ടായിരുന്നത്. പക്ഷേ VR ഇടപെട്ടിട്ട് എന്താണ് നിഗമനത്തിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസ് ഇല്ല അത് പുറത്താണെന്ന് തെളിയിക്കാനെന്നുള്ളത്. അത് ഓൺ ദ ലൈൻ എന്നുള്ള രീതിയിലാണ് അവർക്ക് പറയാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ റെഫറി സ്ക്രീനിലൊന്നും പോയി നോക്കിയിട്ടില്ല. റെഫറിയുടെ ഓൺ ഫീൽഡ് ഡിസിഷൻ പെനാൽറ്റി ആയിരുന്നു. അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈവൻ റീപ്ലേ കാണുന്ന സാഹചര്യത്തിൽ നമുക്കും കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റില്ല അത് പുറത്ത് തന്നെ ആയിരുന്നു എന്നുള്ളത്. പക്ഷേ പുറത്താണെന്ന് പറയാനും ചില ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. സെയിൻസിൻ്റെ ആരാധകർ അത് ഓൺ ദ ലൈൻ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പെനാൽറ്റി കിട്ടുന്നു. ആ പെനാൽറ്റി ഈക്വലൈസറായിട്ട് പിന്നെ സൗത്താംപ്ടൺ കൺവേർട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടു. ആംസ്ട്രോങ്ങിൻ്റെ ഷോട്ട് പക്ഷേ കെലർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സേവ് ആയിരുന്നു. പക്ഷേ റീബൗണ്ടിലാണ് ആംസ്ട്രോങ് ഗോൾ ചെയ്യുന്നത്. ഈ ആംസ്ട്രോങ് ആണ് സൗത്താംപ്ടനെ പ്ലേ ഓഫിൻ്റെ ഫൈനലിൽ ഗോൾ അടിച്ചുകൊണ്ട് പ്രീമിയർ ലീഗിൽ കൊണ്ട് വന്നിട്ടുണ്ടായെന്നുള്ള കാര്യം ഓർക്കണം. ഈ സൗത്താംപ്ടൺ ആണെങ്കിൽ ഒരൊറ്റ വിജയം മാത്രമേ സോഫാർ പ്രീമിയർ ലീഗിൽ കരസ്ഥമാക്കിയിട്ടുള്ളൂ. പക്ഷേ അവർ കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. പക്ഷേ എന്താണ് അവർ ആദ്യത്തെ ഗോൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ആ ഒരു ഈ റസൽ മാർട്ടിൻ്റെ കീഴിലുള്ള ഒരു ശൈലിയുണ്ട്. ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുക, അതിൽ പെർസിസ്റ്റൻ്റ് ആണ് അവർ. അപ്പോൾ പലപ്പോഴായിട്ട് അവരെ ഈ സീസണിൽ അത്തരത്തിൽ ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ടീമുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത്ര എഫക്റ്റീവായിട്ടല്ല അവരത് ചെയ്യുന്നത്. അത് അവരുടെ ശൈലിയാണ്. പക്ഷേ ആ ശൈലി വീണ്ടും ഈ മത്സരത്തിൽ അവർക്ക് പണി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു.
മക്കാർത്തിയാണ് കീപ്പറായിട്ടുണ്ടായിരുന്നത് റാംസ്റ്റൈലിന് ഇഞ്ചുറി ആയതുകൊണ്ട്. അപ്പോൾ മക്കാർത്തി ബോൾ ഉരുട്ടി കൊടുക്കുന്നു പ്ലെയറിലേക്ക്. അപ്പോഴേക്കും പിന്നെ ലിവർപൂളിൻ്റെ ഹൈ പ്രസ് മികച്ചതാണ്. അവിടെ ആ പ്ലെയറിനെ ചുറ്റും ആൾ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എങ്ങനെയോ അത് പുറകിലേക്ക് കൊടുക്കുന്നു. അതായത് ആ ഒരു ബൈലിൻ്റെ അടുത്താണ് ഡിഫൻഡർ ആ ബോൾ റിസീവ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി പോസ്റ്റർ ഒന്നും ശരിയല്ല. അദ്ദേഹത്തിന് അത് ക്ലിയർ ചെയ്യാണ് അവിടെ ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. പകരം അദ്ദേഹം പാസ് കൊടുക്കാൻ ശ്രമിക്കുന്നത് നേരെ സൊബോസ്ലായുടെ കാലുകളിലേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സൊബോസ്ലായി പിന്നെ അത് ആ ഒരു ഗിഫ്റ്റ് ആ ഒരു സാഹചര്യത്തിൽ വേണ്ടാന്ന് വെക്കൂലല്ലോ. പുള്ളിക്കാരൻ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടൊരു ഒരു കേളർ സാധനം പോസ്റ്റിൽ തട്ടിയിട്ട് വലയിലേക്ക് പോകുന്നു. ഫാന്റാസ്റ്റിക് സ്ട്രൈക്കാണ്. സൊബോസ്ലായി ഇതിന് മുമ്പും ഒരു ഷോട്ടൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ആ സാഹചര്യത്തിൽ ഗോളായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഗോളടിക്കുന്നു. മാത്രമല്ല സൊബോസ്ലായെ സംബന്ധിച്ചോളം ഒരു ഇൻക്രെഡിബിൾ മത്സരമായിരുന്നു. മിഡ്ഫീൽഡിൽ മെക്കാലിസ്റ്റർ ഒരു ലോങ് ട്രാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇൻ്റർനാഷണൽ ബ്രേക്കിൽ പിന്നെ അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ട് വരില്ല. അപ്പോൾ പുള്ളിക്കാരൻ ബെഞ്ചിലായിരുന്നു. ജോൺസും ഗ്രാവൻബർഗും സൊബോസ്ലായാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ സൊബോസ്ലായുടെ റീസെൻ്റ് ആയിട്ടുള്ള സമയത്ത് ഏറ്റവും മികച്ച മത്സരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ചങ്ങായി ഓടിയിട്ടുണ്ട്, ഒരുപാട് ആൾ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രീമിയർ ലീഗ് ഗോളാണ് ഈ സീസണിൽ ഇത് വന്നിട്ടുള്ളത്. ആൾ 45 പാസുകൾ 40 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 ഡ്യൂലുകൾ വിൻ ചെയ്യുന്നു, 5 ഷോട്ടുകൾ അടിക്കുന്നു, 4 ടച്ചസ് ഒപ്പോസിഷൻ ബോക്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു, 4 ടാക്കിളുകൾ ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നു, 4 തവണ പൊസഷൻ വിൻ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 3 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ടേക്ക് ഓണുകൾ കംപ്ലീറ്റ് ചെയ്തു. ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു സൊബോസ്ലായുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കേർട്ടിസ് ജോൺസും അത്ര മികച്ച രീതിയിലല്ല കളിച്ചിരുന്നത്. പക്ഷേ ഓക്കെ പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹത്തെ പിൻവലിക്കുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു സെക്കൻഡ് ഹാഫിൽ. ഗ്രാവൻബർഗ് ഹാഡ് എ ഗ്രേറ്റ് ഗെയിം അഗെയിൻ. ഹി വാസ് ഫാന്റാസ്റ്റിക് വൺസ് അഗെയിൻ. ആൾ അടിപൊളിയായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എന്താണ് ആൾ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റി നമ്മൾ കാണുന്നത് തന്നെയാണ്. ഈവൻ ഡിഫെൻസീവ്ലിയും അദ്ദേഹത്തിന് ഡേഞ്ചർ സെൻസ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം അദ്ദേഹം കിട്ടുന്ന അവസരങ്ങളിൽ ആ ഒരു ഫോർവേഡ് പാസ് കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ചിലപ്പോഴൊക്കെ അത് മിസ്പ്ലേസ്ഡ് പാസ്സായി മാറുന്നതായിരുന്നു. പക്ഷേ സ്റ്റിൽ ആ ഒരു ബ്രേവറി അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ടായിരുന്നു. അത് ലിവർപൂളിന് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ എന്താ സംബന്ധിച്ചാൽ ആ മിഡ്ഫീൽഡിലൂടെ വളരെ അനായാസമായിട്ട് ഈ ഡ്രിബ്ലിംഗ് ഒക്കെ മുമ്പോട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാച്ചുറൽ ബോൾ വിന്നറിൻ്റെ അഭാവം ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എന്തായാലും ലിവർപൂളിൻ്റെ മറ്റൊരു സംഭവം എന്താണ് കാണുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള ടീമുകൾക്കെതിരെ ഒരു ഗോളിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുമ്പോൾ പിന്നെ ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗോളിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നില്ല. ഒന്ന് കൺസർവേറ്റീവ് ആകാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോഴാണ് സൗത്താംപ്ടൺ മത്സരത്തിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്താ കാര്യം, സെക്കൻഡ് ഹാഫിൽ സൗത്താംപ്ടൺ ലീഡ് എടുക്കുന്നത് എങ്ങനെയാണ് മത്സരത്തിൽ? അത് ലിവർപൂളിൻ്റെ കോർണറിൽ നിന്നാണ്. ലിവർപൂളിൻ്റെ കോർണർ മെക്കാർത്തിയെ സംബന്ധിച്ചോളം അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നില്ല. പക്ഷേ അത് സൗത്താംപ്ടൺ പ്ലെയറിലേക്ക് വീഴുന്നു. സൗത്താംപ്ടൺ പ്ലെയർ പിന്നെ അത് ഡിബ്ലിങ്ങിന് പാസ് കൊടുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഡിബ്ലിങ്ങിൻ്റെ മൂവ്മെൻറ്റ് അവിടെ ബ്രില്യൻ്റാണ്. ഡിബ്ലിങ് ആ ഒരു റൈറ്റ് വിങ്ങിലേക്ക് നീങ്ങുന്നു, അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുന്നു. അവിടെ എന്താണ് പിന്നെ റിക്കവറി റൺസാണ് ലിവർപൂൾ പ്ലേയേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിബ്ലിങ് അവിടെ വളരെ കമ്പോഷർ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്. അതേ എന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞിട്ടൊരു ഡയഗണൽ പാസ് കൊടുക്കുന്നു. ആംസ്ട്രോങ്ങിൻ്റെ റൺ അദ്ദേഹം പിക്ക് ചെയ്യുന്നു. അങ്ങനെ ആംസ്ട്രോങ്ങും അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോസർ കാഴ്ചവെക്കുകയാണ്. അദ്ദേഹം എന്താണ് റൈറ്റ് പാസിനായിട്ടുള്ള ആ ഒരു വെയിറ്റ് നടത്തുന്നത്, ആ ഒരു പോസ അവിടെ ഇടുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഫെർണാണ്ടസിൻ്റെ മൂവ്മെൻറ്റ് അദ്ദേഹം കാണുന്നതും അദ്ദേഹത്തിന് നല്ലൊരു പാസ് കൊടുക്കുന്നതും അദ്ദേഹം അത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു. അപ്പോഴേക്കും ഈ റിക്കവറി റണ്ണ് നടത്തിക്കൊണ്ട് ലിവർപൂൾ പ്ലേയേഴ്സിന് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ ആ ട്രാൻസിഷനിൽ ശരിക്കും ഡിബ്ലിങ്ങിൻ്റെയും ആംസ്ട്രോങ്ങിൻ്റെയും കമ്പോഷർ ലിവർപൂളിന് വിനയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് 2-1 ലീഡ് എടുക്കുന്നത്. പിന്നെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആർനെ സ്ലോട്ട് വരുത്തുന്നു. മെക്കാലിസ്റ്റർ വരുന്നു. മെക്കാലിസ്റ്റർ വന്നതിന് ശേഷം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് അത്ര മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പാസിങ് ക്രിസ്പായിരുന്നു. അതുപോലെ തന്നെ ലൂച്ചോ വരുന്നു. ലൂച്ചോയും ഇൻ്റർനാഷണൽ ബ്രേക്ക് സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നൊരു മനുഷ്യനാണ്. ഗാക്പോക്ക് അത്ര മികച്ച രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ക്രോസൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അത് സാലയുടെ ഒരു ഷോട്ട് പക്ഷേ മക്കാർത്തി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ ഒരു ക്രോസിൽ നിന്ന്. അതേപോലെ തന്നെ സാലയുടെ മറ്റൊരു ഓപ്പർച്യൂണിറ്റിയും അദ്ദേഹത്തിന് തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ സൊബോസ്ലായുടെ ആ ഒരു ഡ്രൈവിംഗ് റണ്ണിലൂടെയാണ് അതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ലൂച്ചോ വരുന്നു. ലൂച്ചോ വന്നതിന് ശേഷം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് മുതലെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻതൂസിയാസവും ഓൺ ദ ബോളുള്ള ഒരു ഡ്രിബ്ലിംഗ് എബിലിറ്റിയും അതൊക്കെ സൗത്താംപ്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫറെൻറ്റ് ടെസ്റ്റായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാണ് ലിവർപൂൾ മത്സരത്തിൽ ഈക്വലൈസർ നേടുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഗ്രാവൻബർഗിൻ്റെ ആ ഒരു ലോങ് ബോൾ, സാലയുടെ ഫിനിഷ്,
എങ്ങനെയാണ് ലീഡ് എടുത്തത് എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. അത് ശരിക്കും പെനാൽറ്റി തന്നെയാണോ എന്ന് ചില ആളുകൾക്കൊക്കെ സംശയം കാര്യങ്ങളൊക്കെ ട്വിറ്ററിലൊക്കെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ സാലയുടെ ആ ഒരു ഫാർ പോസ്റ്റിലേക്കുള്ള ക്രോസ് സുഖകരം അത് ഡിഫെൻഡ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിൽ തട്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടിയിട്ടുള്ളത്. പക്ഷേ കൈ ഇങ്ങനെയാണ് നിൽക്കുന്നത്, കൈയുടെ കൃത്യമായിട്ടത് ഒരു ഹാൻഡ് ബോൾ തന്നെയാണ്. പക്ഷേ എന്താണ് ആക്സിഡൻ്റൽ ഹാൻഡ് ബോളാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉന്നയിക്കപ്പെടുക. അത് കൃത്യമായിട്ടും ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പെനാൽറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. മനോഹരമായിട്ടത് പെനാൽറ്റി അദ്ദേഹം കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇനി മത്സരത്തിലെ ചില കോൺട്രവേഴ്ഷ്യൽ മൊമെൻറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ഹാഫിലെ ലലാനയുടെ മുൻ ലിവർപൂൾ പ്ലെയർ കൂടിയാണ് ലലാനയുടെ ആ ഒരു ടാക്കിൾ, ആ ഒരു ഡേഞ്ചറസ് ടാക്കിൾ ഉണ്ടായിരുന്നല്ലോ, അത് റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ഓറഞ്ച് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ്. റെഡ് കാർഡ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ലക്കി ബോയ് ആയിരുന്നു ലലാന എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. റെഡ് കൊടുത്തിരുന്നെങ്കിൽ അവിടെ യാതൊരു തരത്തിലും ലലാനയ്ക്ക് ഒരു തരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത് ഡേഞ്ചറസ് ടാക്കിളായിരുന്നു. അപ്പോൾ അതിന് റെഡ് കാർഡ് കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങളുടെ ഗതി മൊത്തത്തിൽ മാറിപ്പോയേനെ, മത്സരത്തിൻ്റെ മൊത്തത്തിലുള്ള ഗതി മാറിപ്പോയേനെ. ലിവർപൂളിന് പിന്നെ ഈ രീതിയിൽ കുറച്ച് ഇടങ്ങേറാകേണ്ട സിറ്റുവേഷൻ പോലും ഉണ്ടാകുമായിരുന്നില്ല. കാരണം 10 പേരെ വെച്ചിട്ട് പിന്നെ സൗത്താംപ്ടൺ കളിക്കേണ്ട സിറ്റുവേഷൻ വന്നേനെ. സെക്കൻഡ് ഹാഫിൽ 2-1 ലീഡ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു പെനാൽറ്റി കോള് സൗത്താംപ്ടൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ആംസ്ട്രോങ്ങിനെ കെലഹർ വീഴ്ത്തിയതുമായിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ്. അവിടെ പിന്നെ വീണതിന് ശേഷം ആംസ്ട്രോങ്ങിൻ്റെ കയ്യിൽ ബോൾ തട്ടിയതുകൊണ്ട് അത് ഹാൻഡ് ബോളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് റെഫറി. അപ്പോൾ അതിനെക്കുറിച്ച് റസൽ മാർട്ടിൻ മത്സരത്തിന് ശേഷം പറഞ്ഞത്, സൗത്താംപ്ടൻ്റെ കോച്ച് പറഞ്ഞത്, അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള ഇൻസിഡൻ്റ് ആയിരുന്നതാണ്. അത് കൊടുത്തിരുന്നെങ്കിൽ വളരെ സോഫ്റ്റായി പോയേനെ. ശരിയാണ്, അവിടെ കെലഹർ കയറി വരുന്ന സാഹചര്യത്തിൽ കെലഹറിന് ബോൾ കിട്ടിയിട്ടില്ല, കെലഹറിൽ തട്ടിയിട്ടാണ് ആംസ്ട്രോങ് വീണിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾക്ക് പെനാൽറ്റി കൊടുക്കുന്ന നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഇൻസിഡൻറ്റിന് മുമ്പ് എന്താണ് ഈ ബ്രാഡ്ലി ചെങ്ങയുടെ ഷർട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്, ആംസ്ട്രോങ്ങും ബ്രാഡ്ലിയുടെ ഷർട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ രണ്ടുപേരും മൊത്തത്തിൽ ഷർട്ട് പിടിച്ച് വലിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. എന്നിട്ടാണ് ഈ കെലഹറിൽ പോയിട്ടുള്ള ആ ഒരു കൊളീഷൻ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൊടുത്തിരുന്നെങ്കിൽ സോഫ്റ്റ് പെനാൽറ്റി ആയി പോയേനെ. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളതൊക്കെ ചർച്ചാ വിഷയമാകുന്നത്. ഇത് ബാർ ഭയങ്കര ഹൈ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പെനാൽറ്റി കൊടുക്കില്ല. പക്ഷേ ഇത്തരത്തിൽ ബാർ ഹൈ ആണെന്ന് പറഞ്ഞിട്ട് പല ഇൻസിഡൻറ്റുകളിലും പെനാൽറ്റി കൊടുക്കും നമ്മൾ കണ്ടിട്ട്. അപ്പോൾ അത് മത്സരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മൊമെൻ്റാണ്. 2-1 നിൽക്കുന്ന സാഹചര്യത്തിലാണ് അതിലൊരു പെനാൽറ്റി കിട്ടിയിരുന്നെങ്കിൽ അത് 3-1 ആക്കാനുള്ള അവസരമായിരുന്നു. പക്ഷേ എന്തായാലും അത് ഒരു റൈറ്റ് കോൾ ആയിരുന്നു എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അതൊരു പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൊടുത്തിരുന്നെങ്കിൽ അതിനെ കാര്യമായിട്ട് കുറ്റം പറയാനും പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഈ മത്സരത്തിൽ കെലഹർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലും ഫ്ലിൻ്റ് ആവണസിൻ്റെ ഒരു സ്നാപ്ഷോട്ടൊക്കെ അദ്ദേഹം സേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആ പെനാൽറ്റിയും അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ റീബൗണ്ടാണ് ഗോൾ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കെലഹർ ആലിസൻ്റെ അഭാവത്തിൽ നന്നായിട്ട് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെന്താണ് റൈറ്റ് ടൈമിൽ തന്നെയാണ് ചേഞ്ചസ് ആർണിസിലോട്ട് വരുത്തിയിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ. ലൂച്ചോയും മക്കാലിസ്റ്ററും വന്നിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്തായാലും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാരത്തൺ സീസൺ ആകുമ്പോൾ ഇത്തരത്തിലുള്ള റിസൾട്ടുകളും നേടിയെടുക്കേണ്ടി വരും, ഗ്രൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ എന്താണ് ഷോട്ടുകളുടെ എണ്ണയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂള് തുരു അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. 27 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ 11 ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട്, 7 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു മത്സരമാണ്. 62% പൊസഷൻ ഉണ്ടായിരുന്നു, 3.15 എക്സ്പെക്റ്റഡ് ഗോൾസും കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പിന്നെ 3 ഗോളുകൾ ലിവർപൂൾ അടിക്കുന്നത് നമ്മൾ കണ്ടു. ആ പെനാൽറ്റിയാണ് XGൻ്റെ പിന്നെ ഈ റേറ്റ് കൂട്ടുക, അത് വേറെ കാര്യം. സൗത്താംപ്ടനോ അവരും ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ 7 അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ, അതിൽ 5 ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. ഒരു ബിഗ് ചാൻസ് അവർ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1.28 XG അവരും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റസൽ മാർട്ടിൻ്റെ സൈഡിനെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ സൂയിസൈഡലായിട്ടുള്ള ചില തീരുമാനങ്ങൾ അവരുടെ ഈ ഒരു ബിൽഡപ്പ് ഫേസിലൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും പല മത്സരങ്ങളും പണി കിട്ടിയിട്ടുള്ളത്. പക്ഷേ അവർ അവരുടെ ആ ഒരു ഫിലോസഫിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇത് പ്രീമിയർ ലീഗാണ്, ചാമ്പ്യൻഷിപ്പ് അല്ല. ചാമ്പ്യൻഷിപ്പിൽ ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സിലൊക്കെ രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുമായിരിക്കും. ഇവിടെ ടീമുകൾക്കെതിരെ ഈ രീതിയിൽ മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞാൽ അത് പണി ചെയ്യപ്പെടും. അത് തന്നെയാണ് സൗത്താംപ്ടൺ സോഫാർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ലിവർപൂളിൻ്റെ തന്നെ സ്ട്രൈക്കറിനെ കുറിച്ച് സംസാരിക്കണമല്ലോ. ഡാർവിൻ ന്യൂനസ് ഈ മത്സരത്തിൽ ഗോളൊന്നും അടിച്ചിട്ടില്ല. പക്ഷേ ആളുടെ മൂവ്മെൻറ്റും ആളുടെ ഓവറോൾ വർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയായിരുന്നു. പക്ഷേ ഗോളുകൾ കൂടി പിന്നെ വരേണ്ടതായിട്ടുണ്ട്. കാരണം എപ്പോഴും ചിലപ്പോൾ മോസലയ്ക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ശരിയാണ്, മോസല എപ്പോഴും രക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഗോളടിക്കുന്നുണ്ട്. പക്ഷേ
ഡാർവിൻ ന്യൂനസ് കൂടി ആ ഒരു ഗോൾ ടാലി അദ്ദേഹത്തിൻ്റെ ഇത് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗ്രാവൻബർഗിനൊക്കെ റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഗ്രാവൻബർഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർനെ സ്ലോട്ടിൻ്റെ ഒരു സിസ്റ്റത്തിൽ. ആൾ ആ ഒരു റോൾ ഇപ്പോൾ തൻ്റേതാക്കി മാറ്റിയിട്ടുണ്ട്. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിൻ്റർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒന്ന് കാര്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ആ ടൈറ്റിൽ ഇങ്ങോട്ട് പോരാൻ സാധ്യതയുണ്ട്. ഒന്ന് ഇടപെടണം. അതിന് എഡ്വേർഡ്സും റിച്ചാർഡ് ഹ്യൂഡ്സും തീരുമാനം എടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സംഭവമാണ്. എന്തായാലും സോ ഫാർ ആർനെ സ്ലോട്ട് ബ്രില്യൻ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രില്യൻ പണി, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.